ബ്രേക്ക്ഫാസ്റ്റ് ആയും ഡിന്നറായും അതല്ല വൈകുന്നേരത്തെ ചായക്കൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മലബാർ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. മുട്ട സുർക്ക. വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ഇത് എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 4 മുതൽ ഒരു 5 മണിക്കൂർ വരെ കുതിർത്തെടുക്കണം. പച്ചരിക്ക് പകരം ഗീ റൈസ് ഉണ്ടാക്കാൻ എടുക്കുന്ന ജീരകശാല റൈസ് എടുത്താലും മതി, നല്ല ടേസ്റ്റാണ്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു 4-5 മണിക്കൂർ കുതിർത്തതിന് ശേഷം വെള്ളം വാർത്ത് അരി മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം അതിലേക്ക് 1 കപ്പ് ചോറിട്ട് കൊടുക്കണം. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. അടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ഒരു കൈപ്പിടി കറിവേപ്പില അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് ഈ ബാറ്റർ കുറച്ച് സമയം വെക്കാൻ ടൈം ഉണ്ടെങ്കിൽ വെക്കാം, അതെല്ലാം അപ്പം തന്നെ വേണമെങ്കിൽ ചുട്ടെടുക്കുകയും ചെയ്യാം. എങ്ങനെ ആയാലും നല്ലോണം പൊങ്ങി കിട്ടുകയും നല്ല രീതിയിൽ ഇത് ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യും. ഇനി ഒരു ചീൻചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ വയ്ക്കാം. ഓയിൽ നല്ലോണം ചൂടാവണം. നല്ലോണം ചൂടായതിനു ശേഷം ഇതുപോലെ ഓരോ തവികളായിട്ട് ഒഴിച്ചെടുക്കാം. ശേഷം ഒരു സ്പൂണ് കൊണ്ടോ അതല്ല എന്തെങ്കിലും ഒരു കയ്യിൽ മറ്റോ ഉപയോഗിച്ച് അതിൻ്റെ സൈഡ് ഭാഗവും മുകൾ ഭാഗവും ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം. ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ അത് മുകൾ ഭാഗത്ത് നല്ലോണം പൊങ്ങി കിട്ടും. ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് തിരിച്ചിട്ട് കഴിഞ്ഞ ശേഷം ഇതുപോലെ നല്ല ഗോൾഡൻ നിറത്തിലായിരിക്കും കിട്ടുക. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ട് ഓരോന്നായിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം. ഈ 2 കപ്പ് പച്ചരിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 15-20 മുട്ട സുർക്കയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ പൊങ്ങി കിട്ടിയാൽ തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നല്ല ഗോൾഡൻ നിറത്തിലായിരിക്കും കിട്ടുക. പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ വളരെ സോഫ്റ്റ് ആയിട്ടാണ് മുട്ട സുർക്ക ഉണ്ടാക്കുക. മലബാർക്കാരുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി കൂടിയാണ് ഈ മുട്ട സുർക്ക. അധിക സൽക്കാരങ്ങളിലും മുട്ട സുർക്ക ഉണ്ടാക്കാറുണ്ട്. ഇത് മട്ടൻ കറിയുടെ കൂടെയും ബീഫ് കറീൻ്റെ കൂടെയും ഫിഷ് കറീൻ്റെ കൂടെയും ഏത് കറീൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനായിട്ടുള്ള ഒരു ഇതാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. പുതിയ റെസിപ്പികളുമായിട്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം.